ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇറങ്ങി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാവോ? ഇന്ന് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്കാണ് പോകുന്നത്. ഇത് വലിയൊരു ട്രിപ്പോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് 1 അവർ ട്രാവൽ കൊണ്ട് നമുക്ക് എത്താൻ പറ്റും കേട്ടോ. അതും നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. സിംഗപ്പൂരും മലേഷ്യയും വളരെ അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണെന്ന് അറിയാമല്ലോ. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ത്യൻസിന് വിസ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ജേണി പതിവാട്ടോ. അതിൽ ഞാൻ നേരെ പോകുന്നത് കോലാലംപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കല്ല കേട്ടോ. കോലാലംപൂർ ഇവിടുന്ന് കുറച്ച് ദൂരത്തിലുള്ള സ്ഥലമാണ്. അത് നമുക്ക് ഇവിടുന്ന് ബസ്സിൽ പോകാൻ പറ്റും. പക്ഷേ ഒരു 6 hours ജേണി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പോകാറുള്ളത് ജോഹർ ബഹ്റു എന്ന് പറയുന്ന സിംഗപ്പൂരിനോട് ചേർന്ന് കിടക്കുന്ന ആ ബോർഡറിലേക്കാണ് പോകാറുള്ളത്. ആദ്യത്തെ ബസ് എടുത്തു കഴിഞ്ഞ് ഞാൻ നേരെ വന്നിറങ്ങുന്നത് വുളൻസ് ഇൻ്റർചേഞ്ചിലേക്കാണ്. വുളൻസ് ഇൻ്റർചേഞ്ചിൽ നിന്ന് വുളൻസ് ചെക്ക് പോയിന്റിലേക്ക് ബസ് ഡയറക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ ഹോളിഡേയ്സ് വരുമ്പോഴും എന്തെങ്കിലും പബ്ലിക് ഹോളിഡേയ്സോ അല്ലെങ്കിൽ വീക്കെൻഡ്സ് വരുന്ന സമയത്തോ ഒക്കെ ഇതുപോലുള്ള നല്ല കൂട്ടം കാണാൻ പറ്റും. എല്ലാവരും സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയ്ക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതിന് വേണ്ടി മാത്രമുള്ള സർവീസാണ്. ചെക്ക് പോയിന്റിലേക്ക് മാത്രം പോകുന്ന ബസ്സുകളാണിത്. അപ്പോൾ ചെക്ക് പോയിന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് കയ്യിൽ കരുതണം. അവിടെ നിന്ന് നമ്മൾ ചെക്ക് പോയിന്റിൽ നിന്ന് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത ശേഷം നമ്മൾ വേറൊരു ബസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഈസിയാണ്. സിംഗപ്പൂരിലെ ഇമിഗ്രേഷൻ 5 മിനിറ്റിനുള്ളിൽ കഴിയും കേട്ടോ. അങ്ങനെ വേഗം തന്നെ നമുക്ക് അടുത്ത ബസ് എടുത്ത് മലേഷ്യയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജാണ് സിംഗപ്പൂരിനെ മലേഷ്യയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. ഭയങ്കര രസമാട്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാര്യം ഇവിടെ നിന്നുള്ളൊരു ട്രാൻസിഷൻ അടിപൊളിയാണ്. കാരണം നമ്മൾ ഇവിടുന്ന് ഈ ഒരു ബ്രിഡ്ജിനകത്ത് കയറുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ സിമ്മ് കട്ടായി പോകും. അത് മാത്രമല്ല, ഒരു ട്രാൻസിഷൻ ഉണ്ട്. ബിൽഡിങ്ങിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. കാരണം സിംഗപ്പൂരിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആട്ടോ മലേഷ്യ. എനിക്ക് ശരിക്കും ഒരു ഇന്ത്യ പോലെ തന്നെയാണ് കേട്ടോ മലേഷ്യയിൽ എത്തുമ്പോൾ തോന്നാറുള്ളത്. കാര്യം ഇവിടുത്തെ ട്രാഫിക്കും ഒക്കെ നമ്മുടെ ഇന്ത്യ പോലെ തന്നെയാണ്. ബിൽഡിങ്സ് ഒക്കെ കാണാനാണെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ്. കുറച്ചധികം വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് മലേഷ്യയിലുള്ള ചെക്ക് പോയിന്റിലാണ്. അവിടെ നിന്ന് നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ കുറച്ച് പാടാണ്. കാര്യം ചിലപ്പോൾ ലോങ് ക്യൂ ഉണ്ടാവും. ചില സമയത്ത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം അവിടെ എല്ലാം മാനുവലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് ഒരു മോളിലേക്കാണ്. ആ മോളെന്ന് പറയുന്നത് നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിറങ്ങുന്നത് ഈ മോളിലേക്കാണ്. ഇവിടെ തന്നെ മണി ചേഞ്ചർ, അതുപോലുള്ള ഓപ്ഷൻസ്, സിമ്മിൻ്റെ ഓപ്ഷൻസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ കാശ് റിങ്കറ്റായിട്ട് കരുതണം. ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കരുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മോളിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാവരും വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മെയിൻലി ഷോപ്പിംഗ്, പിന്നെ ഫുഡ് കഴിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നത്. കാര്യം തന്നെ സിംഗപ്പൂരിൽ നിന്നും ഈ പൈസയൊക്കെ വളരെ കുറവാട്ടോ. ഇവിടെ എന്ത് സാധനം മേടിക്കാനാണെങ്കിലും നമ്മൾ വളരെ ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇന്ന് ഞാൻ ചേച്ചിയുടെ കൂടെയാണ് വന്നിരിക്കുന്നത്. ചേച്ചിക്ക് ഇന്ന് ഹെയറിൽ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മലേഷ്യയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരിയെ ഞാനിവിടെ ഒരു സലൂണിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരോടും ചോദിച്ച് റേറ്റൊക്കെ എടുത്ത് 2-3 കടകളിലൊക്കെ കയറിയിട്ട് നമ്മൾ റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തു. റേറ്റൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് സിംഗപ്പൂരിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി, ഒരു 2 ഇരട്ടിയെങ്കിലും പൈസ നമ്മൾ ഈ സെയിം സർവീസിന് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് വ്യത്യാസം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചീനെ ഞാൻ അവിടെ ആക്കിയ ശേഷം നേരെ ഒന്ന് ചുറ്റിക്കറങ്ങി എനിക്കൊരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഭയങ്കര വിലക്കുറവ് കേട്ടോ. ഡ്രസ്സ് ഷോപ്പ് ചെയ്യണമെങ്കിലായിക്കോട്ടെ, ഫുഡ് കഴിക്കണമെങ്കിലായിക്കോട്ടെ, എല്ലാത്തിനും. അതാ ഞാൻ പറഞ്ഞത്, സിംഗപ്പൂരിയൻസൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം മലേഷ്യയിലേക്ക് പോയി വരുന്നവരുണ്ട്. ഒരു ദിവസം വെറുതെ പോയി വരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഡ്രസ്സുകളൊക്കെ കുറച്ച് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയെടുത്തൊന്ന് ട്രൈ ഔട്ടൊക്കെ ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു. ഈ മോളൊന്ന് കറങ്ങി വരുമ്പോഴേക്കും ആ ദിവസം അങ്ങ് പോയി കിട്ടും കേട്ടോ. കാര്യം ഇവിടെ ഒത്തിരി ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കടകളിലായിട്ട് കയറി ഇറങ്ങി വരുമ്പോഴേക്കും അന്നത്തെ ഒരു ദിവസം പോയി കിട്ടും. പിന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമാവും. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഞാൻ എപ്പോഴും വന്നിട്ട് ഈ മോളിൽ മാത്രമാണ് എപ്പോഴും വരാറുള്ളത്. കാരണം എൻ്റെ ഷോപ്പിങ്സൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ചേച്ചിയുടെ കൂടെ വന്നതാണ്. അപ്പോൾ എന്നാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കടകളിലും ഒന്ന് കയറി ഒന്ന് ജസ്റ്റ് ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇമിഗ്രേഷൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന മോളായതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല തിരക്കുണ്ടാവാറുണ്ട്. എല്ലാ ഷോപ്പിലും നല്ല തിരക്കുണ്ടാവാറുണ്ട്. കാരണം സിംഗപ്പൂരിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ മെയിൻലി വരുന്നത് ഈ ഒരു മോളിലേക്ക് തന്നെയാണ്. ഫുഡ് കഴിക്കാനായിക്കോട്ടെ, ഷോപ്പിങ്ങിനായിക്കോട്ടെ, എന്തിനായിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. പിന്നെ പുറത്തോട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഊബർ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. ഇതാണ് വാട്സൺസ് എന്ന് പറയുന്ന ഷോപ്പ് കേട്ടോ. ഇത് സിംഗപ്പൂരിൽ ഉള്ള സെയിം ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഔട്ട്ലെറ്റാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നതിനേയും കാട്ടി ഭയങ്കര ചീപ്പായിട്ടാട്ടോ സാധനങ്ങളൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്നാണ് സാധാരണ പർച്ചേസ് ചെയ്യാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നതിനേയും കാട്ടിയും ചീപ്പായിട്ട് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ.
സോ ആ വക സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത് എപ്പോഴും. ഇവിടെ നമുക്ക് ഈ സപ്ലിമെൻറ്റ്സ് അതുപോലെ നമ്മുടെ മെഡിസിൻസ് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ പോയത് H&Mലേക്കാണ്. H&Mൽ കയറി കഴിഞ്ഞ് എൻ്റെ കണ്ണ് തള്ളിയെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം അവിടെയുള്ള ഓരോ ഡ്രസ്സിൻ്റെ റേറ്റ് കണ്ടിട്ടാണ്. കാരണം എത്ര റേറ്റ് കുറച്ചിട്ടാണെന്നറിയോ ഇവിടെ എല്ലാ ഡ്രസ്സും ഓഫറിലിട്ടിരിക്കുന്നത്. കണ്ണ് തള്ളിപ്പോയി എന്ന് തന്നെ ശരിക്കും പറയണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓഫേഴ്സ് വരാറുള്ളതാണ്. കണ്ടോ, ഈ ഡ്രസ്സെല്ലാം 19 റിങ്കിറ്റ് മാത്രമാണ് കേട്ടോ ഉള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ 500 റുപ്പീസിന് താഴെയേ ഉള്ളൂ ഇതിൻ്റെ വില. സിംഗപ്പൂരിലെ H&Mലാണെങ്കിൽ പോലും ഇത്ര റേറ്റ് കുറച്ച് ഓഫർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് എല്ലാ ആൾക്കാരും ഇത്രയും ക്യൂ നിന്ന് ഇമിഗ്രേഷനൊക്കെ ക്രോസ് ചെയ്ത് മലേഷ്യയിലേക്ക് വരുന്നതെന്ന്. ഇവിടെ അധിക നേരം നിന്നാൽ എൻ്റെ കൺട്രോൾ പോകും കേട്ടോ. ഓരോന്ന് നോക്കി നോക്കി അടുത്തത് ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. കാണുന്നതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അധിക നേരം ചുറ്റിക്കറങ്ങാതെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മോളിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. മോളിൻ്റെ പുറത്ത് വന്ന് കുറച്ചൊന്ന് കാറ്റൊക്കെ കൊള്ളാനായിട്ട് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ മോളിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു ഇന്ത്യ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പുറത്തൊക്കെ കണ്ടാൽ ശരിക്കും ഒരു ഇന്ത്യ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ട്രാഫിക് ആണെങ്കിലും ഇവിടുത്തെ ട്രാഫിക് റൂൾസ് ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് ഇന്ത്യ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം. നമ്മുടെ ഈ റോഡ് കാണിച്ചു തരാം. നമ്മുടെ ഈ ബൈക്കൊക്കെ പോകുന്നതാണെങ്കിലും എല്ലാം നമ്മുടെ ഇന്ത്യ പോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഈ സ്ഥലം. ശരിക്കും ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ശരിക്കും ഒരു ഇന്ത്യ പോലെ തന്നെയാണ്. സ്ഥലങ്ങളാണെങ്കിലും ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ശരിക്കും ഇന്ത്യൻസിനെയാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയുടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് ഇന്ത്യൻസിനെയാണ് കാണുന്നത്. പുറത്ത് ഫുൾ ഇന്ത്യൻസിനെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ചേച്ചിയുടെ പരിപാടിയൊക്കെ എന്തായി നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ചേച്ചിയുടെ തലയിൽ കൂടെ എന്തോ പുകയൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പരിപാടി എന്ന് സ്റ്റീം ചെയ്യുവാൻ തോന്നുന്നു. അങ്ങനെ ചേച്ചിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാം സർവീസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് ചേച്ചി നല്ല സുന്ദരിയാക്കി പുറത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒന്നിച്ച്. ചേച്ചിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവരുടെ സർവീസ്. ഭയങ്കര അടിപൊളിയാണെന്നാണ് ചേച്ചി പറയുന്നത്. ആക്ച്വലി നമുക്ക് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഒരു മസാജിനാണ്. മസാജിന് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് അവർ നമ്മളെ പിക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന വണ്ടി. ഇവരുടെ തന്നെ ഫ്രീ സർവീസാണ് കേട്ടോ ഇത്. കാര്യം നമുക്ക് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മളെ ഈ ഒരു സ്ഥലത്തേക്ക് ഇവർ തന്നെ കൊണ്ടുവരും. പിന്നെ നമ്മളെ തിരിച്ച് അതുപോലെ ഇമിഗ്രേഷൻ്റെ സ്ഥലത്ത് വേണമെങ്കിൽ ഇവർ തന്നെ തിരിച്ച് ഫ്രീ ആയിട്ട് നമ്മളെ കൊണ്ടുവിടുകയും ചെയ്യും. ഇത് തായ് മസാജാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ആ ഒരു റഷ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 1 അവർ മസാജാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. മസാജൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊരു ഹെർബൽ ടീ ഒക്കെ തരും. അത് കഴിഞ്ഞ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മസാജ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഇന്ത്യൻ ഷോപ്പിൽ പോയി ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചത്. മലേഷ്യയിൽ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് കിട്ടും കേട്ടോ. ഇപ്പോൾ ചൈനീസ് ഫുഡ് ആയിക്കോട്ടെ ഇന്ത്യൻ ഫുഡ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി ബാസ്കിൻ റോബിൻസിൽ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.